പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൂരം നക്ഷത്രക്കാരെ പറ്റിയാണ്. പൂരം നക്ഷത്രം എന്ന് പറഞ്ഞാൽ 11 നക്ഷത്രമാണ്. ഇതിൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ ആര്യമാവാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ഇതിൻ്റെ ദേവത ആര്യമാവ്, അതുപോലെ തന്നെ മൃഗം ചുണ്ടലി, പക്ഷി ചകോരം, വൃക്ഷം പ്ലാശി. ഈ പൂരം നക്ഷത്രത്തിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ദശാനാഥൻ ശുക്രൻ. ശുക്രദശയിലാണ് ഇവർ ജനിക്കുന്നത്. ഇവർ നല്ല സുന്ദരന്മാരും നല്ല സാമർഥ്യമുള്ളവരും എല്ലാ തൊഴിലും പ്രഗത്ഭം നേടുന്നവരാണ്. ഇവരുടെ ദശാകാലം എന്ന് പറഞ്ഞത് ആദ്യം ശുക്രദശ, പിന്നെ ആദിത്യദശ, പിന്നെ ചന്ദ്രദശ, പിന്നെ ചൊവ്വദശ, പിന്നെ രാഹുദശ, പിന്നെ വ്യാഴദശ, ശനിദശ. ഇത്രയാണ് ഇവരെ ദശാകാലം തുടങ്ങുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ നല്ല സുന്ദരന്മാരും എല്ലാവരോടും നല്ല പെരുമാറ്റവും നല്ല മാന്യതയും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ്. ഇവർ മറ്റുള്ളവരുടെ അടിമത്തമായിട്ട് ഒരിക്കലും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഏത് ജോലിയും ഇവർ പെട്ടെന്ന് പഠിച്ചു തീർക്കും. അത് നെപ്പോളിയൻ പറഞ്ഞ പോലെ അസാധ്യമെന്നൊരു വാക്ക് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് നെപ്പോളിയൻ പറഞ്ഞത്. അത് ഈ പൂരം നക്ഷത്രക്കാരെ കൊണ്ട് പ്രത്യേകം പറയുക. അദ്ദേഹം ഒരു പൂരം നക്ഷത്രക്കാരനായിരിക്കണം. ഇവർക്ക് അസാധ്യമായ ഒരു കാര്യമില്ല എന്നുള്ള. ഇവർ ഏത് അധ്വാനിച്ചെന്ന് ജീവിക്കുന്നവരാണ്. ഏത് തൊഴിലും എടുത്ത് ഇവർക്ക് സമയം ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ ഒരു ഓഫീസ് ജോലിയാണെങ്കിൽ 5 മണിക്ക് വേണമെങ്കിൽ അവർ 6 മണിയായാലും ആ ഫയൽ പൂർത്തിയാക്കിയിട്ട് മാത്രമേ പോലും. അതുപോലെ മറ്റു തൊഴിലുകളുള്ളവർ, മറ്റു തൊഴിലുള്ളവർ മരാമത്ത് പണി മറ്റെന്ത് ജോലി ആയിക്കോട്ടെ, സമയം അവർക്ക് പ്രശ്നമില്ല. എടുത്ത പണി തീർക്കണം, അത് നല്ല തൃപ്തിയോടെ തീർക്കണം എന്നുള്ളൊരു വാശിക്കാരായിരുന്നു ഇവർ. താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്നതാണ് ഇവരത് എന്ന് പറയുന്നത്. ദൈവത്തോട് മാത്രം യാചിച്ച് വാങ്ങുന്നവരല്ല. ഒരാളോടും അങ്ങനെ യാചനയായിട്ട് ഒരാളോട് സഹായം ചോദിക്കാതെ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്ന ആളുകളാണ്. അധ്വാനം കൊണ്ട് മാത്രം നേട്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതാണ് പൂരം നക്ഷത്രക്കാർ. പൂരം നക്ഷത്രക്കാർ നല്ല സുന്ദരന്മാരാണെങ്കിൽ കൂടി ഇവരുടെ ഭാര്യമാർ അധികവും സൗന്ദര്യം കുറഞ്ഞവരായിരിക്കും. അതിൻ്റെ ഒരു ദുഃഖം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതൊരു പൊതുഫലം മാത്രമാണ്. ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വരാവുന്നതാണ്. ഇവരുടെ ജീവിത കാലഘട്ടം പിതാവിനെ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഇവർക്ക് കിട്ടിയെന്ന് വരില്ല. ചില ആളുകൾക്ക് പിതാവ് കാലത്തെ മരിച്ചു പോകും. ചിലപ്പം കുടുംബത്തിൻ്റെ ഭാരം തന്നെ ഇവർ ഏറ്റെടുക്കേണ്ടി വരും. എല്ലാ കുടുംബത്തിൻ്റെ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളായിരിക്കും പൂരം നക്ഷത്രക്കാർ. അതിനവർക്ക് യാതൊരു മടിയുമില്ല. ഇവരെ സഹോദരങ്ങളെ സഹായിക്കുവാനും അതുപോലത്തെ സഹോദരങ്ങളെ കാര്യം നോക്കുവാനും സഹോദരിമാരെ കല്യാണം കഴിച്ചെടുക്കും. എല്ലാറ്റിനും ഒരു മുൻപന്തിയിൽ നിന്ന് കുടുംബസ്നേഹമുള്ളവരാണ് ഇവർ. ഇവർ മറ്റുള്ളവരാരെയും ചതിക്കുകയൊന്നുമില്ല. മറ്റുള്ളവരുടെ ഒരു കൗശലപൂർവ്വം മറ്റൊരുത്തൻ്റെ ജനം കൈക്കലാക്കുവാൻ ഇവരൊരിക്കലും നിൽക്കില്ല. ഇവർ അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് ഉന്നതി വരുന്നതാണ്. ചിലർക്ക് ഉദ്യോഗം കിട്ടും. ഏത് ഉയർന്ന സ്ഥാനത്തേക്ക് ഇവർ പരിഗണിക്കപ്പെടും. കാരണം എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് ഇവരെപ്പോഴും സംസാരിക്കുക. നല്ല പുഞ്ചിരിയുള്ള ആളാണ്. നല്ല പ്രസന്ന ഭാവമായിരിക്കും ഇവരുടെ മുഖത്ത്, എപ്പോഴും സന്തോഷം. എന്നാൽ അന്യായം എവിടെ കണ്ടാലും എതിർക്കും. അന്യായം ആര് കണ്ടാലും അത് ശക്തിയായിട്ട് എതിർക്കും. ന്യായത്തിൻ്റെ ഭാഗത്തായി ഇവർ നിൽക്കും. അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വലിയ ദുഃഖം ഉണ്ടെങ്കിലും മറ്റുള്ള കഷ്ടപ്പാടുകളും വലിയ ദുഃഖം ഉണ്ടെങ്കിലും വലിയ സഹായമൊന്നും ഇവർ ചെയ്യുന്നില്ല. ആ സഹായിക്കുമെന്ന് ഇവരങ്ങനെ നിൽക്കുന്നില്ല. ഇവരുടെ ജീവിത കാലഘട്ടത്തിൻ്റെ പരിവർത്തനം എന്ന് പറഞ്ഞാൽ 22, 27, 30, 32, 37 ഇത് പല പരിവർത്തന കാലഘട്ടങ്ങളാണ് ഇവരുടെ. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പല തൊഴിലിൽ കൂടി മുന്നേറുവാനും ജോലി കിട്ടുവാനും എല്ലാ സാധ്യതയുണ്ട്. ഇവരെ പല ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുവാനും പല പ്രോപ്പർട്ടികളും ഇവരെ കൈവശം വന്നു ചേരും. 45 വയസ്സ് വരെ ഇവർ അധ്വാനിക്കും തന്നെ ആയാലും 45 വയസ്സിന് ശേഷം
ഇവർക്ക് ജീവിതം മെച്ചപ്പെടുകയും അതുപോലെ തന്നെ കയ്യിൽ പൈസ ഉണ്ടാവുകയും അതുപോലെ തന്നെ കുറച്ചൊരു സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു കാലഘട്ടമാണ് 45 വയസ്സ് വരെ. 45 വയസ്സ് വരെ 66 വയസ്സ് വരെ ഇവർക്ക് പണം എപ്പോഴും ഇവരുടെ കയ്യിലുണ്ടാവുന്ന. അതുപോലെ തന്നെ എല്ലാവർക്കും വാഹനം ഉണ്ടാവും. ഒരു ഇരുചക്ര വാഹനം ഇല്ലാത്തൊരു ആരും ഉണ്ടാവില്ല. കാരണം ഇവരുടെ ദശാനാഥൻ ശുക്രനാണ്. ശുക്രൻ നല്ല അതുകൊണ്ടായിരിക്കും ഇവർക്ക് വാഹനങ്ങൾ ഉണ്ടാകും. ശുക്രൻ മോശപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് വാഹനം ഉണ്ടാവില്ല. ഇവരുടെ കുട്ടികളും കുടുംബങ്ങളും എല്ലാം നല്ല രീതിയിൽ നോക്കി അടുത്ത് എന്ന ആൾക്കാരാണ് പൂരനക്ഷത്രക്കാർ. പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചോളം പറയുന്നെങ്കിൽ ഇവർ എല്ലാവരോടും സൗഹൃദ മനോഭാവമുള്ളവരാണ്. പക്ഷേ ഇവരാരെയും തന്നെ ഒരുത്തൻ്റെ കീഴിൽ അടിമകളായി ജീവിക്കുക ഇവർ നിൽക്കില്ല. അടിമകളായിട്ട് ഒരിക്കലും ഇവർ പ്രവർത്തിക്കില്ല. ഇവർക്ക് സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. ഇവർ തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ ഇവർ മേലാളന്മാരാവാനായിട്ട് ഇവർ മേസ്ത്രീൻ്റെ കീഴിൽ ഒരാൾ ജോലി ചെയ്യില്ല. അഥവാ കുറച്ച് ദിവസം ചെയ്തെങ്കിൽ അയാൾ മേസ്ത്രിയായി മാറും ഈ പൂരനക്ഷത്രക്കാരെ. അതുപോലെ തൊഴിലുകൾ അങ്ങനത്തെ സ്വതന്ത്രമായ തൊഴിലാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരുടെ കീഴിൽ ഇവരൊരിക്കലും ജോലി ചെയ്യില്ല. ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവർ അടിമകളായിട്ട് ജോലി ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ അടിമകളായിട്ട് ഒരിക്കലും ഇവർ നിൽക്കില്ല. ഇവർ നല്ല സാമർഥ്യമുള്ളവരും എല്ലാ തൊഴിലും ചെയ്യുന്നവരും എല്ലാ കാര്യങ്ങളിലും ഇവർ മുന്നിട്ട് നിൽക്കുന്നവരാണ്. പൊതുരംഗത്തിൽ ഇവർ പ്രവർത്തിക്കുന്നത് നല്ല കാര്യം തന്നെയായിരിക്കും. പൊതുവെ ജനങ്ങൾക്ക് ഇവരോട് ഇഷ്ടമായിരിക്കും. ഇവരുടെ ഭാര്യമാരും സൽസ്വഭാവമുള്ളവരായിരിക്കും. പക്ഷേ സൗന്ദര്യം കുറവെന്ന് മാത്രമാണ് സൽസ്വഭാവമുള്ളവരായിരിക്കും. കുടുംബാംഗങ്ങളിൽ ഇവരോട് വലിയ മതിപ്പാണ്. കാരണം കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നത് ഇവരാണ്. മാതാവിനെ കൊണ്ട് പല ഗുണങ്ങളും ഇവർക്ക് കിട്ടും. പക്ഷേ പിതാവിനെ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഇവർക്ക് കിട്ടിയില്ല എന്ന് വരും. അധികം പേരും അങ്ങനെ ജാതകപ്രകാരം മാറ്റങ്ങൾ വരാം ചിലപ്പോൾ. അതേ അതിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ വലിയ ആഡംബരപ്രിയരെന്നല്ല ഒരു സാധാരണ ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെയല്ല. വലിയ ആഡംബരത്തോടു കൂടി ജീവിക്കുന്നവരും ആരെയും ഒരു പുരുഷന്മാരെയും വകവെക്കാത്തവരുമാണ് ഇവർ. ഇവർ ആഡംബരത്തിന് വേണ്ടി പണം വല്ലാണ്ട് ചെലവഴിക്കും. അതുപോലെ ദുശാറ്റക്കാരുമാണ്. കുറച്ചൊക്കെ അഹങ്കാരികളാണ് സ്ത്രീകൾ. സ്ത്രീകൾ നല്ല സൗന്ദര്യം ഉണ്ടാവും. അതുപോലെ രാഷ്ട്രീയ രംഗത്തും എല്ലാറ്റിലും ഇവർക്ക് വാക്ക് സാമർഥ്യവും അതുപോലെ തന്നെ സംഭാഷണ സാധ്യതയുള്ളവരാണ് സ്ത്രീകൾ. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരൊന്നിനും വകവെക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭർത്താക്കന്മാരെ ചിലപ്പം ഇവരെ വകവെക്കും. ഇവരുടെ ജീവിത കാലഘട്ടത്തിൽ ഇവർക്കും വാഹനങ്ങളും കാര്യങ്ങളും സൽസന്താനങ്ങളും എല്ലാം ഇവർക്ക് നല്ലപോലെ ഉണ്ടാവും. ഇതിൽപ്പെട്ട സ്ത്രീകൾ സ്വന്തം പിതാവിനെയും മാതാവിനെയും ഒക്കെ തള്ളിപ്പറയും. അവരൊന്നും അവർ വില വെക്കൂല. അവർക്ക് സ്വന്തം കാര്യം മാത്രമാണ്. മറ്റുള്ളവരുടെ കീഴിൽ ഇവർ നിൽക്കൂല. ഇവർ മറ്റുള്ള ആര് പറഞ്ഞാലും ഇവരിട്ട് അനുസരിക്കുകയില്ല. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. ബിസിനസ് രംഗത്തായിക്കോട്ടെ ഉദ്യോഗ രംഗത്തായിക്കോട്ടെ ഇവരെല്ലാം ശോഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് വളരെയധികം ശോഭിക്കും. കാരണം ഇവരുടെ സംഭാഷണ സാധ്യത എന്ന് പറഞ്ഞാൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ സുന്ദരികളായിരിക്കും ഇവർ. അധിക പേരും സുന്ദരികളായിരിക്കും. അങ്ങനെ ഈ പൂരം നക്ഷത്രക്കാരെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഉയർന്ന ചിന്താഗതിക്കാരാണ്. ഇവർ ഉയർന്ന തലത്തിലെത്താൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കും. ഉയർന്ന ജീവിത നിലവാരം പുലർത്തും. നല്ല വീടുണ്ടാക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം ഒരു ഉന്നതി ഇവർ കൈവരും. ഇവരെല്ലാ കാര്യത്തിലും നല്ല ഉത്തരവാദിത്തത്തോട് പെരുമാറുന്നവരാണ്. പൊതുരംഗത്തായാലും അതുപോലെ തന്നെ വീട്ടിൻ്റെ കാര്യത്തിലായാലും ജോലി സ്ഥലത്തായാലും ഇവരുടെ കടമകൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇവർക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പം ഇവരുടെ പക്ഷി ചകോരമാണ്. ചകോരം എന്ന് പറഞ്ഞാൽ ചെമ്പോത്ത്. ഇവർക്ക് ഒരു യാത്ര പോകുന്നേരം ഒരു ചകോരത്തിനെ കണ്ടാൽ അതായത് ചെമ്പോത്തിനെ കണ്ടാൽ വളരെയധികം ഭാഗ്യമാണ് ഇവർക്ക്. ഇവരുടെ ദേവത ആര്യമാവായതുകൊണ്ട് ഇവർക്ക് ബലി മുതലായ കാര്യങ്ങൾ നടത്തിയാൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചം വരും. ഇവർ ബലിയുടെ ആൾക്കാരായിരിക്കും. കാരണം ആര്യമാവാണല്ലോ. ആര്യമാവ് എന്ന് പറഞ്ഞാൽ പിതൃലോകത്തിൻ്റെ അധിപതിയാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോവുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉന്നതി കൂടുതലാണ്. എന്നാൽ ബലിയിടുന്നത് അവർക്ക് കൂടുതൽ മെച്ചം കിട്ടുന്നതായി കണ്ടിട്ടുണ്ട്. കാരണം ആര്യമാവാണ് ഇതിൻ്റെ ദേവത. അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങൾ പ്ലാശാണ്.
അപ്പോൾ ആ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഈ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുക, എല്ലാ ദേവതകളെയും ആരാധിക്കുക. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ദേവത ആര്യമാവാണ്. ആര്യമാവ് കഴിഞ്ഞാൽ പിന്നെ ശിവനാണ്. ശിവക്ഷേത്രത്തിൽ പോയാലും മതി. ശിവക്ഷേത്രത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്താൽ ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതായിരിക്കും. ഈ പൂരം നക്ഷത്രത്തെപ്പറ്റി സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ അനാവശ്യമായിട്ട് ആഡംബരത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നവരായിരിക്കും. അത് കുറച്ച് കുറക്കണം, അല്ലെങ്കിൽ കുടുംബ ജീവിതം താളം തെറ്റിപ്പോവും. അതുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ഇവർക്ക് സ്ത്രീകളുടെ ദുശാഠ്യം കൊണ്ട് ശത്രുക്കളും വരുവാൻ സാധ്യതയുണ്ട്. പല ആളുകളും ശത്രുക്കളായിട്ട് വരുന്ന സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ശത്രുക്കൾ ഉണ്ടാവും. അറിയാത്ത ശത്രുക്കളായിരിക്കും അവർക്ക്. അറിഞ്ഞുകൊണ്ട് ആരും ഇവരോട് പറയില്ല. കാരണം ഇവരെ എതിർത്ത് പറയാനും ഇവരോട് പറഞ്ഞ് ജയിക്കുവാനൊന്നും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ശത്രുക്കൾ എപ്പോഴും കരുതിയിരിക്കണം. ഇവരുടെ വളർച്ചയിലാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്. ഓരോ സ്റ്റെപ്പിലും ഇവർ വളർന്ന് 45 വയസ്സ് ആകുമ്പോഴേക്ക് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടുന്നതായിരിക്കും. 66 വയസ്സ് വരെ ഇവർക്ക് വ്യാഴദശയായിരിക്കും അധികവും. അതപ്രകാരം മാറ്റങ്ങൾ വരാം. എന്നാൽ പൊതുഫലപ്രകാരം ഇവർക്ക് എല്ലാ നന്മകളും ഉള്ള ഒരു നക്ഷത്രക്കാണ്. സുന്ദരന്മാരാണ് ഇവരധികം. ഒരു നല്ല വെളുത്ത സുന്ദരന്മാർ അധികം പേരെയും കണ്ട അങ്ങനെയാണ്. ആ ശുക്രൻ്റെ ആധിപത്യമുള്ളതുകൊണ്ടാണത്. ഈ നക്ഷത്രക്കാർ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഇവരുടെ കാലഘട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് 45 വയസ്സ് മുതൽ 66 വരെ സുവർണ കാലഘട്ടമാണ് ഇവർക്ക്. ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് കിട്ടിക്കോളും. അതിന് ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ച് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത പലരും ഉണ്ട്. ചിലർക്കൊക്കെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ് ജോലിയൊക്കെ. പക്ഷെ എന്നാലും ഇവർ ഈ ഒരു മനസ്സിന് സുഖമില്ലാത്ത അതിൽ അസംതൃപ്തരായിട്ട് ഇരിക്കുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അതൊന്നുകിൽ ഇവരുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തായിരിക്കണം. ഭാര്യമാർ ഈ ഇവരെ സൗന്ദര്യമുള്ളവരായിരിക്കില്ല. അതുകൊണ്ടായിരിക്കണം ചില പുരുഷന്മാർക്ക് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളും ഉണ്ടായിരുന്നു വരാം. അതെന്നാൽ ഇവരെ പണങ്ങളൊന്നും അങ്ങനെ ചിലവാക്കൂല. കാശ് കൊടുത്തിട്ടുള്ള ഒരു ഏർപ്പാട് ഇവർക്കില്ല. കാശ് അനാവശ്യമായിട്ട്, കാരണം ഇവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമായ കൊണ്ടായിരിക്കണം. കാശ് വെറുതെ ഒരിക്കലും കഴിയില്ല. അതുപോലെ മറ്റുള്ളവരാരെയും പറ്റിക്കുകയില്ല. മറ്റുള്ളവരെ ജനത്തെ പറ്റിക്കുക എന്നിവരാരും നിൽക്കൂല. സത്യാന്തന്മാരാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.